ഈ തലയിലെ ഉള്ളില് സാധനങ്ങൾ ഇട്ട് വെക്കാനാണ് ബാക്കിയുള്ള പൊടിയിൽ വെതറാൻ വേണ്ടിട്ട്. അതായത് ഷെഫിന് വെച്ചിരുന്ന ഇതിന് എന്തെങ്കിലുമൊക്കെ മുകളിൽ ചട്നി നമ്മൾ കച്ചുമ്പോൾ ഈ എന്നിട്ടോ കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അത് നമ്മള് ചട്നിയിലേക്കാണോ ഒഴിക്കണത് അതോ ചട്ടി സ്പെഷ്യൽ എന്താണ്? ഇന്ന് നമ്മളിപ്പോ മെനുവിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോറ് വെക്കണം ലേഡീസ് ഫിംഗർ. എന്റെ വരലല്ല, നോട്ട് മൈൻ. പിന്നെ മാംഗോ കറി, കറി, ചട്ടി ചട്ടി ചട്നി. മലയാള സ്കൂളിൽ പഠിക്കാത്ത കാരണം ചെറിയ തെറ്റുകളൊക്കെ ഇംഗ്ലീഷാണല്ലേ. ഇഡലി. ഓക്കെ, ഇഡലി കഴിഞ്ഞ പിന്നെ എന്നിട്ടാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് അങ്ങനെയാണല്ലേ. ഞങ്ങൾക്ക് ഒരു മലയാളം അറിയാമായിരുന്നു, ഞാൻ ശ്രമിച്ച്. നമ്മളെ വ്യൂവേഴ്സിന് എല്ലാവർക്കും മലയാളം അറിയാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ചട്നിയാണത്. എന്തായാലും ചട്നി. ഓക്കെ, സാരില്ല. ഈ പൂവ് എപ്പോഴും ഇരിയും. പൂവിന് ഇഷ്ടമുള്ളപ്പോ വിരിയും. അപ്പൊ ഞാൻ ഇത് ഏഷ്യന്റെ അടുത്ത് കൊണ്ടുവയ്ക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കറി വെക്കണം ഗൈസ്. നമ്മളപ്പോ നമ്മുടെ ജോലി 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്ര അധികം കാര്യങ്ങൾ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യണ കാരണം. ചുരുങ്ങിയ സമയം കൂടെ പറയണം. അന്നേരം എത്ര ചുരുങ്ങിയ സമയം? ഇപ്പൊ 1 ദിവസമാവോ 2 ദിവസമാവോ? നോ, നമുക്കിപ്പൊ 5:45 സമയം. 5:45 ഇപ്പത്തെ സമയം. അപ്പൊ 7 മണിയാകുമ്പോഴേക്കും സമയം നോക്കട്ടെ. സമയം എവിടെ? 5:45. അപ്പൊ 7 മണിയാകുമ്പോഴേക്കും ഈ പറഞ്ഞ ഐറ്റംസ് ഇവിടെ റെഡി ആയിരിക്കണം. അതാണ് നമ്മുടെ റൂള്. പഠിച്ചോണ്ട കാര്യമില്ല മുറിക്കാന്നുള്ള കാര്യം. പുറത്ത് വലിയ ഡെക്കറേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പടപടാതെ മുറിച്ചിടാൻ പോകണം കേട്ടോ. കുക്കറിൽ വെക്കണം. റൈസോട് വെച്ചിട്ടുണ്ട്. റൈസ് വെക്കുന്ന സെയിം കുക്കറിലാണ് നമ്മൾ പോർക്ക് വെക്കുന്നത്. കാരണം ചെയ്യാൻ ഏകദേശം ഒരു 2 കിലോനടുത്ത് ഏകദേശം വരുന്നുണ്ട്. 2 കിലോനടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കുക്കറിൽ വേണം റൈസ് അടിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, പോർക്ക് വെക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പോർക്ക് വെക്കുന്ന മണ്ടയോട് കാട്ടി തരട്ടെ. എങ്ങനെയാണ് ഇതോടെ വയറതാവണോ ഇവിടെ കത്തിച്ചിട്ട് ആ ഒരു തക്കാളി ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് ഇങ്ങനെയാണ് പുകയുന്നത്. എന്താ ഇടാ ഇത്? ഇങ്ങനെ ഉടക്കണം. ഇത് തക്കാളിയും കടുകും പച്ചമുളകും. പച്ചമുളകല്ല, വേറെ സാധനം എരിഞ്ഞിട്ട് നിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എന്താണ് അടുത്ത് പച്ചമുളക് വീണ്ടും എടുക്കുമ്പോ? ഇത് ഉള്ളിയൊക്കെയാ. ഉള്ളി ജിഞ്ചർ. അപ്പൊ എന്തായാലും എത്ര തുമ്മണ്ടോ വരും? കൂട്ടേട്ടൻ തുമ്മി കഴിഞ്ഞാ ഇതിനുള്ളിൽ നല്ല എരിവുണ്ട്. തുമ്മില്ലെങ്കിൽ എരിവില്ല. ഞാൻ ഉണ്ടാക്കണ തരത്തിനാണ് അവിടെ എരിവുള്ള വരാതി. ഇവിടെ ഉണ്ടാക്കണതിന് ഒരു പ്രശ്നമില്ല. എരി അതല്ലായിരുന്നു നോക്കിട്ടെങ്കിൽ ഇടല്ലോ. എരി കണ്ടടത്തിട്ട് ആരെ വെച്ചണം കൂട്. അതായത് ഒരാളുടെ എരിവില് കൂട്ടേട്ടന്റെ എരിവ് നോക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കരയും. ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് കഴിക്കണേ. എന്റെ എരിവില് ഒരു കുഴപ്പമില്ല. കട്ട് ചെയ്തായിട്ടുണ്ട്. കുറച്ച് പീസുകൾ നമ്മൾ ഇങ്ങനെയാണ് വരാട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ അതിന് ബ്ലേഡ് ഓടിച്ചിട്ടാണ് പോർക്ക് വരാം. ആ പീസ് മുറുക്കിട്ടില്ലല്ലോ. മുറുക്കിയിട്ടില്ല, ഇത് ഒളിച്ചിരിക്കുന്ന പീസായിരുന്നു. ഇതാണ് കണ്ടു. ഇപ്പൊ നോക്കിയില്ലെങ്കിൽ അവിടെ ഇരുന്നാണ് ആ പീസ്. എന്തായാലും സാധനം തീരും. ലേഡീസ് ഫിംഗർ കറി ഫസ്റ്റ്. ലേഡീസ് ഫിംഗർ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, റൈസ് നമ്മള് ഒപ്പത്തിനൊപ്പം റൈസ് കൂടെ അടിക്കാൻ പോകണം. ഈ ചമ്മന്തി കിടക്കട്ടെ. ചട്നി മാറ്റി വെക്കുക. ഏറ്റവും അവസാനം ഇഡ്ഡലി ഉണ്ടാക്കാം. കാരണം ഇഡ്ഡലി അത് ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ആയിക്കോളൂല്ലോ. ശരിയാണ്. ഇനി അടുത്ത നമ്മള് പാലക്കാടൻ സ്റ്റൈൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പൊടികളോട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളല്ലാതെ സെപ്പറേറ്റ് വലിയ കണ്ടെയ്നറിൽ പൊടികളല്ലാതും മാറ്റി വെക്കും. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിടാണ് ചെയ്യുക. അല്ല, ഇത് ഏകദേശം ഒരു 1.5-2 കിലോനടുത്തുണ്ട്. അപ്പം മഞ്ഞപ്പൊടി നമുക്ക് തൽക്കാലത്തേക്ക് 2 ഇടാം. നാട്ടിലത്തെ ഏറിന മഞ്ഞപ്പ് കുറച്ച് കൂടുതലാണ്. ഉപ്പ് അതുപോലെ തന്നെ 2 ഇടുന്നുണ്ട്. 2. പിന്നെ മുളക് പൊടി നമുക്ക് ഇത് 2 കഷ്ടിച്ചുള്ള കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇട്ടു. പിന്നെ നമുക്ക് ഇതിൽ ഗരം മസാല, ഇത് നമ്മളെ
സെപ്പറേറ്റ് മേടിച്ചിട്ട് പൊടിച്ചാണ്. നല്ല മണമുണ്ട്. നമ്മുടെ നാട്ടിലെ ജാതികേര മണമാണ് വരണട്ടാ. നമ്മൾ 2 ഇട്ടു. പിന്നെ ഇടാൻ ബാക്കിയുള്ളത് തോന്നുന്നു നമ്മൾ മല്ലിപ്പൊടി ഇതിലുണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മൾ മല്ലിപ്പൊടി നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് ഇത് നിറക്കണം. അപ്പൊ അതിന് പകരം നമ്മൾ തലക്കാലത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് 2 മല്ലിപ്പൊടി ഇടുന്നു. ഇതെല്ലാം കൂടെ വന്നിട്ട് ചെയ്യുക മിക്സ്. ഇതിന്റെ ഒരു ചെറുതായിട്ട് ബേസിക് ആയിട്ട് എന്താണോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങ് തൃശ്ശൂരിന്റെ അടുത്ത് കിടക്കുന്ന പാലക്കാടൻ ജില്ലകളിൽ നിന്ന് ഞാൻ പഠിച്ച എന്താ ചട്നിയാണ്. ഒന്നുമില്ല, പാലക്കാടിലെ സിമ്പിൾ ഒരു ചട്നി. നല്ല എളുപ്പമാണ്. ആദ്യം കുറച്ച് നാളെ വറുത്തൊന്ന് മാറ്റി വെക്കണം. സിമ്പിൾ ആയിട്ട് ഭയങ്കര വർക്കല്ല, ചെറുതായിട്ടൊന്ന് ട്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഈ തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കാം. മുളക് കുത്തുമുളകാണ് ഇടുന്നത്. അതിനുശേഷം ഇതെല്ലാം മിക്സിയിൽ അടിക്കണം. അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് കാച്ചെടുക്കാം. വെച്ചിട്ടുണ്ട്, അത് മറന്നു. അങ്ങനെ ഇത് കുറച്ചേരം അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാല് കളർ മാറില്ലോട്ടോ. എപ്പോഴും ഇളക്കണ്ട കേട്ടോ. കോൽപ്പുളി നമ്മൾ നോക്കണം. കോൽപ്പുളി ഇവിടെ കാണുന്നില്ല. നമ്മള് പ്രത്യേകമായ കോൽപ്പുളി ഇത് നമ്മുടെ നാട്ടിലത്തെ ഫ്ലൈറ്റ് കയറി വന്ന പുളിയാണ്. കുറച്ച് ഡിമാൻഡുള്ള പുളിയാണ്. ഓക്കെ, ഈസിയില്ലാണ്ട് വന്ന പുളിയാണ്. അപ്പൊ പുളി ഇതേ കണ്ടില്ലേ. എനിക്ക് ഇത്തിരി തരോ? എന്താ പുളി കഴിച്ചിട്ട് നാളെ ഡ്യൂട്ടി ഇല്ലാത്ത തന്നെ കുഴപ്പമില്ല. മാങ്ങ വെച്ചാണ് എന്തിനാണ് മാങ്ങ? ഇത് ഔട്ട് ഓഫ് സിലബസ് ആണുള്ള മാങ്ങ. മാങ്ങക്കറി മാങ്ങക്കറി ഉണ്ടല്ലോ നമ്മുടെ. ഇപ്പൊ ഞാൻ ചന്തി കോക്കനട്ട് മിൽക്ക് നാട്ടിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. reduced fat coconut milk. aganda stir into curries and soups for a creamy coconut flavor. ഇതങ്ങ് ഷംഷൂന്റെ ഇത് ലൂസിഫറിലെ വില്ലന്റെ ഇതല്ലേ പാമ്പ്. വില്ലന്റെ പാമ്പല്ലേ? ഓക്കെ, ശരിയാണ്. ഇത് ചോന്ന പാമ്പ്. അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുണ്ട്. അത് ചോന്ന പാമ്പ്, ഇത് നീലപ്പാമ്പ്. നീലപ്പാമ്പ് ഷർട്ടിട്ട പാമ്പാണ് അത്. ആ പാമ്പ് അത് ഫുള്ള് കമത്താം. അപ്പൊ അവരുടെ എരി കുറവാകും. ഗൈസ്, ഈ സാധനത്തിന് എരിവില്ല. അതാണ് ഞാൻ ഇത്രയും ധൈര്യത്തിലിടുന്നത്. ഇത് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. നാട്ടിൽ തന്നെ. പക്ഷെ എരിവില്ലല്ല. അമ്മ പറഞ്ഞു, അമ്മ ഉണക്കി അമ്മ പറഞ്ഞല്ല ശരിയാവണമെന്നില്ലല്ലോ. ഇതിപ്പോ ഈ മിളകിൽ ഇന്നലെ എരിവുണ്ട്. മുളകിട്ടു. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെന്തിട്ടാണ് മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമ്മൾ കുറച്ച് വിനെഗർ ഉണ്ട്, സിന്തറ്റിക് വിനെഗർ. നമ്മൾ അളന്നിട്ട് ഒഴിക്കണേ. വാരിക്ക് ഒരു ഒഴിക്കുന്നതിന് ചിലപ്പോൾ പുളി കൂടാൻ സാധ്യതയുണ്ട്. തലക്കാലത്തേക്ക് നമ്മൾ 2 ഒഴിക്കുന്നു. അതിന് ശേഷം വേണമെങ്കിൽ ഇടാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രാഗനുള്ള നമ്മുടെ എന്തുണ്ട്, കോക്കനട്ട് മിൽക്ക് ഉണ്ട്. ഇത് ഇളക്കിയായിരുന്നില്ല. ഇത് ഇച്ചിരി നമ്മൾ ഒഴിക്കുന്നു. ഇതൊക്കെ എന്തിനാ ഒഴിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായ കൈ കൊണ്ട് ഇതിനെ ഇളക്കാം. കൈ ഇതാവും. ഇത് ഇളക്കിയിടാൻ പറ്റും. നല്ല എരിവ് വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലെ എരിവാണ്. പുളിയും എല്ലാം കൂടെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അറിയാം കയ്യിൽ എവിടെയൊക്കെ മുറിവുണ്ടെന്ന് അറിയാം. നോക്കിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. കളയരുത്. അപ്പൊ കളയരുത്. അതിപ്പോ കളയാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ചാടി പോണതാണ്. അതൊക്കെ നീളത്തിൽ എരിഞ്ഞ് ഞാൻ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവാണ്. അപ്പൊ അതിന്റെ കട്ടിങ് നീളത്തിലാണ്. അപ്പൊ നമ്മൾ ഒതുക്കി ഇളക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. കഴിച്ച് അങ്ങനെ ഇളക്കി ഇതിന്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഷെഫ് തങ്കുവാണോ? ഷെഫിന്റെ
ഈ തലയിലെ ഉള്ളില് സാധനം എന്നിട്ട് വെക്കാനുണ്ടോ? ബാക്കിയുള്ള പൊടിയിൽ എന്തെങ്കിലും വെതറാൻ വേണ്ടിട്ട് അതായത് ഷെഫിന് വെച്ചുന്ന ഇതിന് എന്തെങ്കിലുമൊക്കെ മുകളിലിട്ടേ ഇടയ്ക്ക് കുറയ്ക്കാലോ. ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. ഇപ്പൊ സാധനം നമുക്ക് താഴെ മുകളിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റൈസ് റെഡിയാണ്. പിന്നെ പോർക്ക് റെഡിയാണ്. ദിസ് ഈസ് ദ യമ്മി പോർക്ക്. ആൻഡ് ഇത് നമ്മുടെ ഗ്രീൻ ബീൻസ് അല്ല നല്ല സുട ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പിന്നെ ഇതാണ് ചട്നി. ഇത് ഇഡ്ലിക്കൊക്കെ കഴിക്കാതെ നമ്മുടെ ചട്നി റെഡിയാണ്. ഇത് ഏത് തമിഴ്നാടിനാണോ? ഏതാണ്? പാലക്കാട് ചട്നിയാണ്. ഇത് മാംഗോ കറി. മാംഗോ എന്താണ്? മാംഗോ അങ്കമാലി കറി എന്നൊന്നും പറയില്ല, ജസ്റ്റ് ഒരു മാങ്ങ കറി. പിന്നെ റൈസ് ഉണ്ട്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, അതേതാ മിസ്സായി പോയി. അയ്യോ തൊപ്പി. എന്താ തൊപ്പിയുടെ അനുസരണയില്ല, ചാട്ടി കളിക്കണല്ലോ തൊപ്പി. പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗറിന്റെ ഇത് മോരിക്കറി വെച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ അത് ഓൾറെഡി ഇൻ ദ ഫ്രിഡ്ജാണ്. അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലേഡീസ് ഫിംഗർ നമ്മൾ എടുക്കുന്നില്ല. ബാക്കിയുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. സുടായിരിക്കുന്നുണ്ട് എല്ലാ കറികളും. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മുടെ ഇഡ്ഡലി അഥവാ ഇഡ്ഡലി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ അതവിടെ ഇരുന്ന് സ്വന്തമായിട്ട് വന്നോളും. അതിന് പ്രത്യേകിച്ച് ആരും നോക്കി നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നും. പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് നമ്മുടെ മെനു എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നല്ല ഒറ്റ ദിവസത്തെ തിന്ന് തീർക്കാനാവും. ഒരിക്കലുമല്ല, നമ്മളിത് ഒരേ ദിവസം ഇടവിട്ട് കഴിക്കും. രണ്ടുപേര് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്നും വന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമ്മള് അങ്ങനെ വെക്കാനുള്ള കാരണം. പിന്നെന്തുവാ ഇനി നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളെല്ലാ കറിയും ടേസ്റ്റ് നോക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഒറ്റ കറിയാണ് നമ്മൾ ടേസ്റ്റ് നോക്കുന്നത്. പോർക്ക് നമ്മളിങ്ങനെ നമ്മൾ വളരെ വിളറമായ മാത്രമാണ് വെക്കാം. നമ്മൾ സാധാരണ കറി എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം 4 ദിവസം പോകാൻ തീരാണ് കറി വെക്കാം. പക്ഷെ ഇപ്രാവശ്യം വി ഹാവ് ടു ചേഞ്ച് ദി പ്രിപ്പറേഷൻ ഓഫ് കറി ടു എന്താണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് കൊളാക്കണില്ല. ഇത് പെരളം പോലത്തെ ഒരു നമ്മുടെ നാട്ടിലെ പെരുന്നാളൊക്കെ വെക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കറിയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനെ ടേസ്റ്റ് നോക്കാനായി നമ്മുടെ പ്രിയ പത്നിയായ സൈനെ ക്ഷണിക്കുന്നു. അങ്ങനൊന്നുമില്ല, ഏത് പീസ് വേണം എടുക്കാം. കാലെടുക്ക, കൈ എടുക്കുക, എന്തായാലും കുഴപ്പമില്ല. വായ പിള്ളാണ് നോക്കാം. അവസാനം വായ വെള്ളി എന്നും പറഞ്ഞ് ടേസ്റ്റ് അറിഞ്ഞില്ല എന്നും പറയാൻ പാടില്ല. അപ്പൊ നമ്മള് കുറച്ചല്ല ഒരു സവാള പീസും പിന്നെ ഒരു പീസും എടുത്തിട്ടുണ്ട്. ഗ്രേവി ഉണ്ട്, ചൂടാട്ടോ കണ്ടാ. കഴിക്കി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാട്ടോ. പതുക്കെ മതി ആസ്വദിച്ച് ചവച്ചരക്കി. ഫസ്റ്റത്തെ ചവയ്ക്ക് തന്നെ എനിക്ക് നമ്മുടെ ഗരം മസാലയുടെ ടേസ്റ്റാണ് വന്നത്. അതിനുശേഷം ബാക്കി മുളക് വായ പുകയുന്നുണ്ട്, അപ്പൊ നല്ല മുളക് പൊടി ഉണ്ട്, ഉപ്പ്, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നല്ല കേട്ടോ നന്നായി അതിന്റെ വേവൊക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നൈസ് ആണ്. ഉള്ളിലത്തെ മാംസം പീസ്. ഉള്ളിലത്തെ മാംസം. അപ്പൊ തൊലി പീസ് എടുക്കുവായിരുന്നു. തൊലി പീസ് എടുക്ക്. കണ്ടിട്ട് ഇപ്പൊ ആൾക്കാര് കൊതിട്ടാവും. ഇനിയിപ്പോ ഞാൻ വെച്ചോണ്ട് പറയല്ല, കറി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് ആണ്. ചൂടുണ്ട് അടുത്ത് പിടിച്ച് നോട്ടെ. അതാണ് ഒന്നും പറയല. അപ്പൊ ചോറിന് പടക്കാം. നല്ല രസമുണ്ട്. Thank you Ketian for this wonderful delicious preparation of this pork. തൊപ്പി താഴ്ത്തു വേണം കറി ടേസ്റ്റ് നോക്കാൻ. പിന്നെ ചിലപ്പോ ചട്ടിയിൽ തൊപ്പിയുടെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എനിക്കിഷ്ടം തൊലിപ്പീസാണ്. തൊലിപ്പീസും ഉള്ളിലത്തെ പീസും കൂടെ. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രേവി കൂടെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കണം. ശരിക്കും പെട്ടല്ലേ? ശരിക്കും നോക്കിയോട്ടാ. കടിക്ക്. എനിക്ക് ഒരു നിമിഷം നമ്മുടെ നാട്ടിലേക്ക് പെരുന്നാൾ ദിവസം വയ്ക്കുന്ന ക്രിസ്മസ് ദിവസം വയ്ക്കുന്ന പോർക്ക് കഴിക്കുന്ന ഒരു മൂടാണ് എനിക്ക് വരുന്നത്.
നല്ല മസാലയുടെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാല് മസാല എടുത്ത് പറയണോ, മസാല നമ്മൾ ഇവിടെ വെച്ച് പൊടിച്ച മസാല നല്ല സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. തട്ടിക്കൂട്ട് നമ്മൾ പാക്കിൽ ഒടിക്കുന്ന മസാല അത് കാരണം കറി നന്നായിട്ടുണ്ട്. ഞാൻ വെക്കാതെ കൊണ്ട് പറയുന്നതല്ല, നമ്മള് കിട്ടിയുള്ള അഭിപ്രായം കേട്ടല്ലോ. തീയുമായി നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ബാക്കി നമ്മളെ ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൾട്ട് പേപ്പറിന്റെ ഒരു വ്ളോഗിന്റെ ഒരു സീരീസ് ആരംഭിക്കാൻ പോകണം. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയി വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്.